പുന്നത്തൂർ കോട്ട തൃശ്ശൂർ ജില്ലയിലെ ഗുരുവായൂരിലെ കോട്ടപ്പടിയിൽ സ്ഥിതി ചെയ്യുന്ന ലോകപ്രശസ്തമായ ഒരു ആനത്താവളമാണ് കേട്ടോ ഈ പുന്നത്തൂർ കോട്ട. ഇതാണ് അവിടുത്തെ ടിക്കറ്റ് കൗണ്ടർ. അഡൾട്ടിന് 20 രൂപയും കുട്ടികൾക്ക് 10 രൂപയാണ് അവിടെ ടിക്കറ്റ് ചാർജ്. മൊബൈൽ ക്യാമറയ്ക്ക് 25 രൂപ ചാർജ് ഉണ്ട്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ വഴിപാടായി ലഭിക്കുന്ന ആനകളെ സംരക്ഷിക്കുന്ന ഒരു ആനത്താവളമാണ് ഈ പുന്നത്തൂർ കോട്ട. ഗുരുവായൂർ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ നിന്നും ഏകദേശം 3 കിലോമീറ്റർ അകലെയാണ് കേട്ടോ ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും വലിയ ആന വളർത്തൽ കേന്ദ്രമാണ് ഇത്. ഏകദേശം 11.5 ഏക്കർ സ്ഥലത്ത് വ്യാപിച്ചു കിടക്കുന്ന ഈ കോട്ടയിൽ നിലവിൽ 40-ലധികം ആനകളുണ്ട്. സൈഡിൽ ആനകളാണ് നോക്കി പോസ് ചെയ്യണൊക്കെ ഉണ്ട്. പണ്ട് പുന്നത്തൂർ രാജാവിൻ്റെ കൊട്ടാരമായിരുന്നു ഇത്. 1975-ലാണ് ഗുരുവായൂർ ദേവസ്വം ഈ സ്ഥലം ഏറ്റെടുത്തിട്ട് ഇത് ആനത്താവളമാക്കി മാറ്റിയത്. ഇവിടുത്തെ പഴയ നാലുകെട്ടൊക്കെ ഇപ്പോഴും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. എല്ലാ ദിവസവും രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 5 മണി വരെയാണ് സന്ദർശന സമയം. ആനകളെ കുളിപ്പിക്കുന്നതും അതുപോലെ തന്നെ ഭക്ഷണം നൽകുന്നതൊക്കെ നേരിട്ട് കാണാനായിട്ട് നമുക്ക് സാധിക്കും. രാവിലെ ഒരു 9 മണിക്കും 11 മണിക്കൊക്കെ ഇടയിലാണ് വരണമെന്ന് വെച്ചാൽ ആനകൾക്ക് ഫുഡ് കൊടുക്കുന്നതും ഒക്കെ കാണാനായിട്ട് നമുക്ക് സാധിക്കും. ഈ 2 ആനകളെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ടാണ് ഇട്ടിരിക്കുന്നത്. അവിടേക്ക് പോകാനായിട്ട് പറ്റില്ല. മതപ്പാടുള്ള ആനകളായതുകൊണ്ട് അവയെ സെപ്പറേറ്റ് ആണ് അവർ കെട്ടിയിട്ടിരിക്കുന്നത്. ആനകളുടെ അടുത്തേക്ക് അമിതമായിട്ട് പോകാനോ അവയ്ക്ക് ഭക്ഷണം നൽകാനോ അനുവാദമില്ല. പാപ്പന്മാരുടെ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കേണ്ടതാണ്. പാപ്പാന് ആനയുടെ ചങ്ങല അഴിക്കുമ്പോൾ വളരെ അനുസരണയോടുകൂടി നിൽക്കുന്ന ആനയാണ് കേട്ടോ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. പാപ്പാൻ്റെ നിർദ്ദേശങ്ങളൊക്കെ അനുസരിച്ച് നിൽക്കുന്ന ആനയെ നമുക്ക് കാണാനായിട്ട് സാധിക്കും.
പുന്നത്തൂർ കോട്ടയിലെ നന്ദൻ എന്ന ആനയാണ് ഏഷ്യയിലെ തന്നെ ഏറ്റവും ഭാരമുള്ള കൊമ്പന്മാരിൽ ഒരാളായി കണക്കാക്കപ്പെടുന്നത്. ഏകദേശം 7500 കിലോ ഭാരം ഈ നന്ദൻ എന്ന് പറഞ്ഞ ഈ ആനയ്ക്ക് ഉണ്ട്. ഇത് പിന്നെ പുന്നത്തൂർ കോട്ടയിലാണ് ഉള്ളത്. അതുപോലെ തന്നെ മമ്മൂട്ടി നായകനായ ഒരു വടക്കൻ വീരഗാഥ എന്ന പ്രശസ്ത സിനിമയുടെ ചില ഭാഗങ്ങൾ ഇവിടെയൊക്കെയാണ് ചിത്രീകരിച്ചിട്ടുള്ളത്. പണ്ടത്തെ നാലുകെട്ടൊക്കെ നമുക്ക് ഇവിടെ കാണാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. പഴയ പുന്നത്തൂർ കോട്ടയായിരുന്നു, രാജകൊട്ടാരമായിരുന്നു ഇത്. അതിനുശേഷം ഇത് പിന്നീട് ആനത്താവളമായി മാറുകയായിരുന്നു. ചിങ്ങം 1 ഇവിടെ ആനയൂട്ടും ഗജപൂജയെല്ലാം നടക്കും. അത് ഇവിടുത്തെ ഒരു പ്രധാന ചടങ്ങൊക്കെയാണ്. പുന്നത്തൂർ കോട്ടയിൽ കുളമുണ്ട്. ആ പുന്നത്തൂർ കോട്ടയിലെ കുളമാണ് കാണാനായിട്ട് നമുക്ക് സാധിക്കുന്നത്. എവിടെ മീൻ